ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഓണം എക്സാമുമായി ബന്ധപ്പെട്ട് ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ സയൻസിൻ്റെ മാത്സിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കമ്പയർ ആഥൻസ് ആൻഡ് സ്പാർട്ട ഇൻ ടേംസ് ഓഫ് ഗവേർണൻസ് ആൻഡ് എഡ്യൂക്കേഷൻ. ആഥൻസിനെയും സ്പാർട്ടനെയും നമ്മൾ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കൂടെ വേറെ ചോദ്യങ്ങളുണ്ട്. നെയിം ദ റൂളർ ഓഫ് ആഥൻസ് അണ്ടർ ഹൂം ഡെമോക്രസി എക്സ്പാൻഡഡ്. അപ്പോൾ ആരുടെ ഭരണകാലത്താണ് ആഥൻസ് കൂടുതൽ ഡെമോക്രസിയൊക്കെ എക്സ്പാൻഡ് ചെയ്തത്. അതേപോലെ ഹൗ ലോങ് ഡിഡ് സ്പാർട്ടൻ ബോയ്സ് സെർവ് ഇൻ ദ മിലിറ്ററി. വാട്ട് വാസ് ദ മെയിൻ ഫോക്കസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ആഥൻസ്. അപ്പോൾ ആഥൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആഥൻസും സ്പാർട്ടയും തമ്മിലുള്ള വ്യത്യാസം. Athens focused on democracy, art and culture, while Sparta emphasized military training and traditional values. അപ്പോൾ ആഥൻസിൽ എന്താണ് ഡെമോക്രസിക്കായിരുന്നു ഇമ്പോർട്ടൻ്റ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ആർട്ട്, കൾച്ചർ ഇതിലൊക്കെ ഇമ്പോർട്ടൻ്റ് കൊടുത്തു. അതേസമയം സ്പാർട്ടയിൽ എന്താണ് മിലിറ്ററി ട്രെയിനിങ്ങിന് ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തത്. ഇനി അടുത്ത നെയിം ദ റൂളർ ഓഫ് ആഥൻസ് അണ്ടർ ഹൂം ഡെമോക്രസി എക്സ്പാൻഡ്. അപ്പോൾ ആ റൂളറുടെ പേരാണ് പെരിക്ലീസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ ലോങ് ഡിഡ് സ്പാർട്ടൻ ബോയ്സ് സെർവ് ഇൻ ദ മിലിറ്ററി. എത്ര കാലം അവർ മിലിറ്ററിയിൽ സെർവ് ചെയ്യണമെന്ന്. എത്ര കാലമാണ്? 23 years ആണ്. നെക്സ്റ്റ് വാട്ട് വാസ് ദ മെയിൻ ഫോക്കസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ആഥൻസ്. ആഥൻസിലെ എഡ്യൂക്കേഷനിലെ മെയിൻ ഫോക്കസ് എന്തായിരുന്നു? ആർട്ട് ആൻഡ് കൾച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഗ്രീക്ക് ഫിലോസഫേഴ്സ്. അപ്പം ഗ്രീക്ക് ഫിലോസഫറുടെ കോൺട്രിബ്യൂഷനെ കുറിച്ച് പറയാനാണ്. അതോടൊപ്പം തന്നെ 3 വേറെ ചോദ്യങ്ങളുണ്ട്. ഹു ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഹിസ്റ്ററി. ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? വിച്ച് ഫിലോസഫർ എംഫസൈസ്ഡ് നോളേജ് ഈസ് വിർച്യു. നോളേജ് ഈസ് വിർച്യു എന്ന് പറഞ്ഞ ഫിലോസഫറുടെ പേര് എഴുതുക. നെയിം ദ സ്റ്റഡി സെൻറ്റർ ഫൗണ്ടഡ് ബൈ പ്ലാറ്റോ. പ്ലാറ്റോ കണ്ടുപിടിച്ച സ്റ്റഡി സെൻറ്ററിൻ്റെ പേരെഴുതുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഗ്രീക്ക് ഫിലോസഫേഴ്സ്. ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആൻഡ് ഹിസ്റ്റോറിയൻസ് ഷേപ്ഡ് നോളേജ് ത്രൂ ഡിസ്കഷൻ, സ്റ്റഡി ആൻഡ് ഡോക്യുമെൻറ്റേഷൻ. അപ്പം ഫിലോസഫേഴ്സും ഹിസ്റ്റോറിയൻസും എന്താ ചെയ്തത്? നോളേജിനെ ഷേപ്പ് ചെയ്തു. എങ്ങനെ? ത്രൂ ഡിസ്കഷൻ, ചർച്ചകളിലൂടെ, അതേപോലെ സ്റ്റഡി, പഠനത്തിലൂടെ, ആൻഡ് ഡോക്യുമെൻറ്റേഷൻ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹു ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഹിസ്റ്ററി. ഫാദർ ഓഫ് ഹിസ്റ്ററി എന്നറിയപ്പെടുന്ന ആരാണ്? ഹെറോഡോട്ടസ് ആണ്. ആരാണ്? ഹെറോഡോട്ടസ്. നെക്സ്റ്റ് വിച്ച് ഫിലോസഫർ എംഫസൈസ്ഡ് നോളേജ് ഈസ് വിർച്യു. നോളേജ് ഈസ് വിർച്യു എന്ന് പറഞ്ഞത് ആരാണ്? സോക്രട്ടീസ്. നോളേജ് ഈസ് വിർച്യു എന്ന് പറഞ്ഞ ആരാണ്? സോക്രട്ടീസ്. നെക്സ്റ്റ് നെയിം ദ സ്റ്റഡി സെൻറ്റർ ഫൗണ്ടഡ് ബൈ പ്ലാറ്റോ. പ്ലാറ്റോ കണ്ടുപിടിച്ച ആ സ്റ്റഡി സെൻറ്ററിന് ഒരു പേരുണ്ട്. അതിൻ്റെ പേരാണ് അക്കാഡമി. എന്താണ്? അക്കാഡമി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ മാരത്തോൺ റൈസ് ആൻഡ് ഇറ്റ്സ് ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ്. ഇപ്പോൾ ഒരു മാരത്തോൺ റൈസിനെ കുറിച്ച് നമ്മളവിടെ പറഞ്ഞു അല്ലേ, ടെക്സ്റ്റ് ബുക്ക് വായിച്ചവർക്കൊക്കെ അറിയാം എന്താണ് അതിൻ്റെ ഹിസ്റ്ററി. പിന്നെ വിച്ച് വാർ ലെഡ് ടു മാരത്തോൺ റൈസ്. മാരത്തോൺ റൈസിന് കാരണമായിട്ടുള്ള യുദ്ധം ഏതാണ്? വിച്ച് വാർ ലെഡ് ടു മാരത്തോൺ റൈസ്. How far did the messenger run to deliver news? What was shouted at the end of the race? Okay, the marathon race comrades, the messengers ran after the Greeks' victory in the Greco-Persian War. അപ്പോൾ ഏത് വാറായിരുന്നു? ഗ്രീക്കോ-പേർഷ്യൻ വാറാണ് അതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു വാറ്. പിന്നെ ഹൗ ഫാർ ഡിഡ് ദ മെസ്സഞ്ചർ റൺ ടു ഡെലിവർ ന്യൂസ്. ന്യൂസ് ഡെലിവർ ചെയ്യാനും മെസ്സഞ്ചറിന് എത്ര ദൂരം നടക്കണം? 26 miles. പിന്നെ വാട്ട് വാസ് ഷൗട്ടഡ് അറ്റ് ദ എൻഡ് ഓഫ്. ആ ഓട്ടത്തിൻ്റെ ലാസ്റ്റ് എന്തായിരുന്നു അവർ പറഞ്ഞത്? റിജോയിസ്, വി ഹാവ് വൺ. നെക്സ്റ്റ് ഡിസ്ക്രൈബ് ദ പേർഷ്യൻ എംപയർ ആൻഡ് ഇറ്റ്സ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. പേർഷ്യൻ എംപയറിനെയും അതിലൂടെ ഭരണത്തിനെയും കുറിച്ച് പറയാനാണ്. നെയിം ദ ക്യാപിറ്റൽ ഓഫ് പേർഷ്യൻ എംപയർ. പേർഷ്യൻ എംപയറിൻ്റെ ക്യാപിറ്റൽ. വാട്ട് വാസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ കോൾഡ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെന്താ പറയുന്നത്? ഹൂ വർ ദ ഗവർണേഴ്സ് ഓഫ് സത്രപീസ്. ഓക്കെ, അത്രയും ക്വസ്റ്റ്യൻ ആണ്. ദ പേർഷ്യൻ എംപയർ വാസ് വാസ്റ്റ് ആൻഡ് ഡൈവേഴ്സ് വിത്ത് പെർസിപ്പോൾസ് ഇറ്റ്സ് ക്യാപിറ്റൽ. ഓക്കെ, പെർസിപ്പോളിസ് ഇസ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്തായിരുന്നു? പെർസിപ്പോളിസ് ആയിരുന്നു ക്യാപിറ്റൽ. ഡിവൈഡഡ് ഇൻ ടു സ്ട്രാപ്പ് ഈസ് ഗവേൺഡ് ബൈ സത്രാപ്സ്.
അപ്പോൾ നെയിം ദ വാട്ട് വാസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ കോൾഡ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് പേർഷ്യൻ എംപയർ വാസ് ഫാസ്റ്റ് ആൻഡ് ഡൈവേഴ്സ് വിത്ത് പെർസിപ്പോൾസ് ആസ് ഇറ്റ്സ് ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റലിൻ്റെ പേരെന്താണ്? പെർസിപ്പോളിസ്. ഇറ്റ്സ് ക്യാപിറ്റൽ ഡിവൈഡഡ് ഇൻറ്റു സത്രപീസ് ഗവർണർ ബൈ സത്രബാസ്. നെയിം ദ ക്യാപിറ്റൽ ഓഫ് പേർഷ്യൻ എംപയർ. പേർഷ്യൻ എംപയറിൻ്റെ ക്യാപിറ്റലിൻ്റെ പേരെന്താണ്? പെർസിപ്പോളിസ്. നെക്സ്റ്റ്, വാട്ട് വാസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ കോൾഡ്. അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ പറയുന്ന പേരാണ് സത്രപീസ്. ഇനി അടുത്ത, ഹൂ വർ ദ ഗവർണേഴ്സ് ഓഫ് സത്രപീസ് എന്ന് വെച്ചാൽ സത്രബസ്. ഓക്കെ. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ റൈസ് ഓഫ് റോമൻ എംപയർ ഫ്രം ദ റിപ്പബ്ലിക്. ഓക്കെ, റോമൻ എംപയറിൻ്റെ റൈസിനെ പറ്റി പറയാനാണ്. ഹൂ എൻഡഡ് ദ റോമൻ റിപ്പബ്ലിക് ആൻഡ് ബിക്കെയിം എ ഡിക്റ്റേറ്റർ. ആരാണ് റോമൻ റിപ്പബ്ലിക് എൻഡ് ചെയ്തത്, അവസാനിപ്പിച്ചത്? ഹൂ വാസ് ദ ഫസ്റ്റ് ഗവർണർ എംപറർ ഓഫ് റോം. റോമിലെ ഫസ്റ്റ് എംപറർ ആരാണ്? നെയിം ദ സിസ്റ്റം ഓഫ് ഗവേണൻസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ അഗസ്റ്റസ്. അഗസ്റ്റസ് എസ്റ്റാബ്ലിഷ് ചെയ്ത ആ ഗവേണൻസിന് പറയുന്ന പേരെന്താ? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ റൈസ് ഓഫ് റോമൻ എംപയർ. ഓക്കെ. ദ റോമൻ എംപയർ റോസ് ആഫ്റ്റർ ജൂലിയസ് സീസർ എൻറ്റർഡ് ദ റിപ്പബ്ലിക്. അപ്പോൾ റിപ്പബ്ലിക് എൻഡ് ചെയ്ത ആരാണ്? ജൂലിയസ് സീസറാണ്. ആൻഡ് അഗസ്റ്റസ് എസ്റ്റാബ്ലിഷ് ദ പ്രിൻസിപ്പേറ്റ് മേക്കിംഗ് ദ എംപറർ സുപ്രീം റൂളർ. ഹൂ എൻറ്റഡ് റോമൻ റിപ്പബ്ലിക് ആൻഡ് ബിക്കെയിം എ ഡിക്റ്റേറ്റർ. ആരാണ് റോമൻ എംപയർ എൻഡ് ചെയ്ത ആൾ? ജൂലിയസ് സീസറാണ്. വാസ് ദ ഫസ്റ്റ് എംപറർ ഓഫ് റോം. റോമിലെ ഫസ്റ്റ് എംപറർ ആരാണ്? അഗസ്റ്റസ് ആണ്. നെയിം ദ സിസ്റ്റം ഓഫ് ഗവർണൻസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ അഗസ്റ്റസ്. അഗസ്റ്റസ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു സിസ്റ്റത്തിൻ്റെ പേരാണ് പ്രിൻസിപ്പേറ്റ്. ഓക്കെ, പ്രിൻസിപ്പേറ്റ്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ മെയിൻ ടീച്ചിങ്സ് ഓഫ് ബുദ്ധിസം. ബുദ്ധിസത്തിൻ്റെ മെയിൻ ടീച്ചിങ്സ് പറയാനാണ്. വാട്ട് വാസ് ബുദ്ധാസ് ഒറിജിനൽ നെയിം. ബുദ്ധൻ്റെ ഒറിജിനൽ പേര് പറയാം. വേർഡ് ഹി ഹാഡ് ഇൻ എൻലൈറ്റ്മെൻറ്റ്. അദ്ദേഹത്തിന് ബോധോദയം ലഭിച്ചത് എവിടെ നിന്നാണ്? നെയിം വൺ മോറൽ ടീച്ചിങ് ഓഫ് ബുദ്ധിസം. ബുദ്ധിസത്തിൻ്റെ ഓരോ ടീച്ചിങ് എഴുതാനാണ്. അപ്പോൾ എന്താണ്? എക്സ്പ്ലെയിൻ ദ മെയിൻ ടീച്ചിങ്സ് ഓഫ് ബുദ്ധിസം. ബുദ്ധിസത്തിൻ്റെ ആശയങ്ങൾ എന്തൊക്കെയാണെന്നാണ് ആദ്യത്തെ ചോദ്യം. ബുദ്ധിസം ടീച്ചസ് ഹോണസ്റ്റി, കമ്പാഷൻ ആൻഡ് നോട്ട് ഹാമിങ് അതേഴ്സ്. അപ്പോൾ ബുദ്ധിസം എന്താണ് പറയുന്നത്? ഹോണസ്റ്റി ആണ്. അതേപോലെ കമ്പാഷൻ ആൻഡ് നോട്ട് ഹാമിങ് അതേഴ്സ്, മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്. ഇനി, വാട്ട് വാസ് ബുദ്ധാസ് ഒറിജിനൽ നെയിം. ബുദ്ധൻ്റെ ശരിയായ പേരെന്താണ്? സിദ്ധാർത്ഥ ഗൗതമ. എന്താണ്? സിദ്ധാർത്ഥ ഗൗതമ. വേർ ഡിഡ് ഹി ഹാഡ് ഇൻ എൻലൈറ്റ്മെൻറ്റ്. അദ്ദേഹത്തിന് ബോധോദയം കിട്ടിയത് എവിടെയാണ്? ബോധ് ഗയ. എവിടെയാണ്? ബോധ് ഗയ. നെയിം വൺ മോറൽ ടീച്ചിങ് ഓഫ് ബുദ്ധിസം. ബുദ്ധിസത്തിൻ്റെ ഒരു ടീച്ചിങ് എന്താണ്? ഡു നോട്ട് ഹാം അതേഴ്സ്, മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്. ഇനി എക്സ്പ്ലെയിൻ മെയിൻ ഐഡൽസ് ഓഫ് ജൈനിസം. ജൈനിസത്തിൻ്റെ മെയിൻ തത്വങ്ങൾ പറയാനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ വാസ് ദ 24th തീർത്ഥങ്കര. 24ാമത്തെ തീർത്ഥങ്കര ആരാണ്? വാട്ട് ഡസ് അഹിംസ മീൻസ്. അഹിംസ എന്ന് പറഞ്ഞാൽ എന്താണ്? നെയിം ദ 3 പ്രിൻസിപ്പിൾസ് ഓഫ് ജൈനിസം. ജൈനിസത്തിൻ്റെ 3 പ്രിൻസിപ്പിൾ എഴുതാനാണ്. അപ്പോൾ ജൈനിസം എന്താണ് നമ്മളോട് പറയുന്നത്? എക്സ്പ്ലെയിൻ ദ മെയിൻ ഐഡിയൽസ് ഓഫ് ജൈനിസം. ജൈനിസം ടീച്ചസ് നോൺ വയലൻസ്, ട്രൂത്ത്ഫുൾനെസ് ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ. എന്തൊക്കെയാണ്? നോൺ വയലൻസ്, ട്രൂത്ത്ഫുൾനെസ് ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ. ഹൂ വാസ് 24th തീർത്ഥങ്കര. ആരാണ്? വർദ്ധമാന മഹാവീരിയാണ് 24ാമത്തെ തീർത്ഥങ്കരൻ. നെക്സ്റ്റ്, വാട്ട് ഡസ് അഹിംസ മീൻസ്. അഹിംസ എന്ന് പറഞ്ഞാൽ എന്താണ്? അഹിംസ മീൻസ് നോൺ വയലൻസ്, ഡു നോട്ട് ഹാം ലിവിങ് ബീയിങ്സ്. നോൺ വയലൻസ് ആണ് അഹിംസ എന്ന് പറഞ്ഞാൽ ആരെയും ഉപദ്രവിക്കരുത്. നെയിം ദ 3 പ്രിൻസിപ്പിൾസ് ഓഫ് ജൈനിസം. ജൈനിസത്തിൻ്റെ 3 പ്രിൻസിപ്പിൾസ് എഴുതാനാണ്. എന്താണ്? റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളേജ്, റൈറ്റ് ആക്ഷൻ. ത്രിരത്ന എന്നാണ് അത് അറിയപ്പെടുന്നത്. എന്താണ്? റൈറ്റ് ബിലീഫ്, ശരിയായ വിശ്വാസം, റൈറ്റ് നോളേജ്, ശരിയായ അറിവ്, റൈറ്റ് ആക്ഷൻ, ശരിയായ പ്രവൃത്തി. ഓക്കെ. ഇനി അടുത്തത് എക്സ്പ്ലെയിൻ ദ, അത് നമ്മൾ പറഞ്ഞു. മെയിൻ ടീച്ചിങ്സ് ഓഫ് ബുദ്ധിസം പറഞ്ഞു. ഇനി അടുത്ത് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് കൗടല്യ ഇൻ ദ ഗ്രോത്ത് ഓഫ് മൗര്യ കിങ്ഡം. അപ്പം മൗര്യ കിങ്ഡത്തിൻ്റെ ഗ്രോത്തിന് ഒരുപാട് പ്രധാനപ്പെട്ട റോൾ വഹിച്ച ആളാണ് കൗടില്യ. അപ്പോൾ കൗടില്യൻ്റെ റോളിനെ കുറിച്ച് പറയാനാണ് അദ്ദേഹത്തിൻ്റെ പങ്ക്. നെക്സ്റ്റ്, ഹൂ വാസ് കൗടില്യ ഓൾസോ നോണസ്. കൗടില്യക്ക് വേറൊരു പേരും കൂടി ഉണ്ട്, അത് എഴുതാനാണ്. നെയിം ദ ബുക്ക് റിട്ടൺ ബൈ കൗടില്യ. കൗടില്യ എഴുതിയ ബുക്കിൻ്റെ പേര്. മെൻഷൻ വൺ പേർപ്പസ് ഓഫ് ദ ബുക്ക്. ബുക്കിൻ്റെ ഒരു പേർപ്പസ്. ഇങ്ങനെ 4 ചോദ്യമാണുള്ളത്. ആദ്യം നമുക്ക് കൗടില്യൻ്റെ റോൾ എന്താണെന്ന് നോക്കാം. എക്സ്പ്ലെയിൻ ഹൗ. റോൾ എന്താണെന്ന് നോക്കാം. ഓക്കെ. കൗടില്യ ഓൾസോ കോൾഡ് ചാണക്യ ഗൈഡഡ് ചന്ദ്രഗുപ്ത മൗര്യ ഇൻ എക്സ്പാൻഡിങ് മഗധ. അപ്പോൾ
Kautilya, also called Chanakya, guided Chandragupta Maurya in expanding Magadha and establishing an efficient administrative system. അപ്പോൾ ചാണക്യനെ ചാണക്യ, കൗടില്യ അറിയപ്പെടുന്ന വേറൊരു പേരാണ് ചാണക്യ. അദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യയെ സഹായിച്ചു. എന്തിനാണ്? ഇൻ എക്സ്പാൻഡിങ് മഗധ എക്സ്പാൻഡ് ചെയ്യാൻ സഹായിച്ചു. എസ്റ്റാബ്ലിഷിംഗ് എൻ എഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, ഒരു നല്ലൊരു കാര്യക്ഷമതയുള്ള ഒരു ഭരണ സിസ്റ്റം, അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഉണ്ടാക്കാൻ ആരെ സഹായിച്ചത്? കൗടില്യാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാസ് കൗടില്യ ഓൾസോ നോൺ ആസ് ചാണക്യ? പിന്നെ അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേര്, നെയിം ദ ബുക്ക് റിട്ടൺ ബൈ കൗടില്യ, എന്താണ്? അർത്ഥശാസ്ത്ര. നെക്സ്റ്റ്, മെൻഷൻ വൺ പേർപ്പസ് ഓഫ് ബുക്കിൻ്റെ ഒരു പേർപ്പസ് എഴുതാനാണ്. ടു ഡിസ്ക്രൈബ് ഹൗ എ കിങ് ഷുഡ് ഗവേൺ ആൻഡ് ടു പ്രൊട്ടക്റ്റ് ദ സ്റ്റേറ്റ്. എന്താണ് അതിൽ പറയുന്നത്? ഒരു രാജാവ് എങ്ങനെ ഭരിക്കണമെന്നും ആ സ്റ്റേറ്റിനെ എങ്ങനെ സംരക്ഷിക്കണമെന്നും എന്നാണ് അതിൽ പറയുന്നത്. ടു ഡിസ്ക്രൈബ് ഹൗ എ കിങ് ഷുഡ് ഗവേൺ ആൻഡ് പ്രൊട്ടക്റ്റ് ദ സ്റ്റേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ഹൗ മഗധ ഡെവലപ്ഡ് ഫ്രം എ മഹാജനപദ ഇൻ ടു എ പവർഫുൾ മൗര്യ കിങ്ഡം. അപ്പം മഗധ എങ്ങനെയാണ് ആദ്യം ഒരു മഹാജനപദയായിരുന്നു, ഒരുപാട് മഹാജനപദയിൽ ഒരു ജനപദയായിരുന്നു മഗധ. അതെങ്ങനെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കിങ്ഡമായി മാറിയതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അതിൻ്റെ കൂടെ തന്നെ വേറെ ചോദ്യങ്ങളുണ്ട്. നെയിം ദ ഫസ്റ്റ് ക്യാപിറ്റൽ ഓഫ് മഗധ, മഗധയുടെ ആദ്യത്തെ ക്യാപിറ്റൽ. ഹു ഹെൽപ്ഡ് ചന്ദ്രഗുപ്ത മൗര്യ എക്സ്പാൻഡ് മഗധ ആൻഡ് സെറ്റപ്പ് അഡ്മിനിസ്ട്രേഷൻ. ഈ ചന്ദ്രഗുപ്ത മൗര്യനെ മഗധ എക്സ്പാൻഡ് ചെയ്യാനൊക്കെ സഹായിച്ചതാര്? നെയിം വൺ റീജിയൻ ദാറ്റ് അശോക കോൺകേർഡ് ഡ്യൂറിങ് ദ മൗര്യ എംപയർ. മൗര്യ എംപയറിൻ്റെ കാലത്ത് അശോക തോൽപ്പിച്ച ഒരു സ്ഥലത്തിൻ്റെ പേരെഴുതുക. ഇങ്ങനെ 4 ചോദ്യമാണുള്ളത്. ആദ്യത്തെ ചോദ്യം നോക്കാം. എക്സ്പ്ലെയിൻ ഹൗ മഗധ ഡെവലപ്ഡ് ഫ്രം എ മഹാജനപദ ഇൻ ടു എ പവർഫുൾ മൗര്യ കിങ്ഡം. മഗധ ഗ്രൂ into a powerful Maurya kingdom due to strong rulers. അതിനൊരു കാരണം നല്ല ശക്തരായ ഭരണാധികാരികളായിരുന്നു. ഡ്യൂ ടു സ്ട്രോങ് റൂളേഴ്സ്, എ വെൽ ഓർഗനൈസ്ഡ് ആർമി. പിന്നെന്താണ്? നല്ല ആർമി ഉണ്ട്, മിലിറ്ററി സ്ട്രെങ്ത് നല്ലോണം ഉണ്ട്. ഫെർട്ടൈൽ ലാൻഡ് നിയർ ഗാഞ്ചസ്, അത് ഗംഗാ നദീതീരൻ്റെ അടുത്തുള്ള നല്ല ഫലഭൂയിഷ്ഠമായ മണ്ണ്. പ്രോഗ്രസ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ് ആൻഡ് എഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് അണ്ടർ ചന്ദ്രഗുപ്ത മൗര്യ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കൗടില്യ. അപ്പോൾ ഇതൊക്കെയാണ് മഗധയെ ഒരു നല്ലൊരു രാജ്യമാക്കാൻ സഹായിച്ചത്. എന്തൊക്കെയാണ്? സ്ട്രോങ് റൂളേഴ്സ്, വെൽ ഓർഗനൈസ്ഡ് ആർമി, ഫെർട്ടൈൽ ലാൻഡ്, പ്രോഗ്രസ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ്. നെക്സ്റ്റ്, നെയിം ദ ഫസ്റ്റ് ക്യാപിറ്റൽ ഓഫ് മഗധ. മഗധയ്ക്ക് 2 ക്യാപിറ്റലുണ്ട്. ആദ്യത്തെ ക്യാപിറ്റലിൻ്റെ പേരെന്താണ്? രാജഗൃഹ. ഓക്കെ. നെക്സ്റ്റ്, ഹു ഹെൽപ്ഡ് ചന്ദ്രഗുപ്ത മൗര്യ എക്സ്പാൻഡ് മഗധ ആൻഡ് സെറ്റപ്പ് അഡ്മിനിസ്ട്രേറ്റർ. കൗടില്യാണ് ഈ മഗധ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മൗര്യ രാജാവിനെ സഹായിച്ചത്. നെക്സ്റ്റ്, നെയിം വൺ റീജിയൻ ദാറ്റ് അശോക കോൺകേർഡ് ഡ്യൂറിങ് മൗര്യ എംപയർ. ഒരു റീജിയൻ എഴുതാനാണ്. അശോക കീഴടക്കിയ മൗര്യ സാമ്രാജ്യത്തിലെ ഒരു സ്ഥലത്തിൻ്റെ പേര്. കാശ്മീർ ഓർ കലിംഗ. എന്താണ്? കലിംഗ. ഓക്കെ. ഇനി അടുത്തത്, വിച്ച് 2 city states were major in ancient Greece? ഏൻഷ്യൻ്റ് ഗ്രീസിലെ 2 cities ഏതൊക്കെയാണ്? ആഥൻസും സ്പാർട്ടയുമാണ്. ഓക്കെ. വൈ വർ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ് ഐസൊലേറ്റഡ് ഫ്രം ഈച്ച് അതർ? ഗ്രീക്ക് സിറ്റീസ് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് കിടക്കാൻ കാരണം എന്ത്? ലാർജ് ഡെസേർട്ട്, വാസ്റ്റ് ഫോറസ്റ്റ്, സീസ് ആൻഡ് ഹൈ മൗണ്ടെയ്ൻസ്, റിവേഴ്സ്. ശരിയായ ഉത്തരം എന്താണ്? സീസ് ആൻഡ് ഹൈ മൗണ്ടെയ്ൻസ്. നെക്സ്റ്റ്, വാട്ട് വാസ് ദ പൊളിറ്റിക്കൽ ബോഡി ഓഫ് ആഥൻസ് കോൾഡ്? ആഥൻസിലെ പൊളിറ്റിക്കൽ ഭരണരീതി എന്താണ് പറയുന്നത്? സെനറ്റ് ആണോ, അസംബ്ലി ആണോ, ഫോറം ആണോ, കൗൺസിലാണോ? അസംബ്ലി എന്നാണ് പറയുക. ഇനി, ഹൂ കുഡ് വോട്ട് ഇൻ ഏതൻസ്? ഏതൻസിൽ ആർക്കാണ് വോട്ട് ചെയ്യാൻ പറ്റുന്നത്? വിമൻ ആൻഡ് സ്ലേവ്സ്, ഫോറിനേഴ്സ്, മെയിൽ സിറ്റിസൺസ്, ഓൾ റെസിഡൻസ്. അപ്പോൾ എല്ലാവർക്കൊന്നും വോട്ട് ചെയ്യാൻ പറ്റില്ല. ഓൺലി മെയിൽ സിറ്റിസൺസിന് മാത്രമേ ഏതൻസിൽ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, ഹൗ ലോങ് വാസ് കമ്പൽസറി മിലിറ്ററി സർവീസ് ഫോർ അഥേനിയൻ ബോയ്സ്? അപ്പോൾ ആഥൻസിലെ ബോയ്സിനൊക്കെ കമ്പൽസറി മിലിറ്ററി സർവീസ് നിർബന്ധമാണ്. അതായത് മിലിറ്ററി സർവീസ് നിർബന്ധമാണ്. അത് 1 year ആണോ, 5 year ആണോ, 10 year ആണോ, 2 year ആണോ എന്നാണ് ചോദിച്ചത്. ആൻസർ എത്രയാണ്? 2 year ആണ്. ഹൗ ലോങ് ഡിഡ് ബോയ്സ് സെർവ്സ് ഇൻ സ്പാർട്ടാസ് മിലിറ്ററി?
ഇനി സ്പാർട്ടയിലെ മിലിറ്ററിൻ്റെ എത്ര വർഷമാണ്? 10, 15, 23, 5. എന്താണ്? 23 years ആണ്. നെക്സ്റ്റ്, ഹു വാസ് ദ മോസ്റ്റ് പവർഫുൾ റൂളർ ഓഫ് ആഥൻസ് ഹു എക്സ്പാൻഡഡ് ഡെമോക്രസി? അപ്പോൾ വളരെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള റൂളർ ഏതാണ് എന്നാണ്. സോക്രട്ടീസ് ആണോ, പെരിക്ലീസ് ആണോ, പ്ലാറ്റോ ആണോ, സെസ് ആണോ? അപ്പോൾ ആരാണ്? ആഥൻസിലെ മോസ്റ്റ് പവർഫുൾ റൂളറാണ് പെരിക്ലീസ് ആണ്. വിച്ച് ബാറ്റിൽ ഓഫ് ഗ്രീക്കോ പേർഷ്യൻ വാർ ടുക്ക് പ്ലേസ് നിയർ ആഥൻസ്? എന്താണ് ആ ഒരു ഗ്രീക്കോ പേർഷ്യൻ വാറിൻ്റെ വിച്ച് ബാറ്റിൽ, അത് ഏതാണ്? അതുമായി ബന്ധപ്പെട്ട ഒരു ബാറ്റിലാണ് മാരത്തോൺ. നെക്സ്റ്റ്, ഹൂ റാൻ ദ ലോങ് ഡിസ്റ്റൻസ് ടു ഡെലിവർ ന്യൂസ് ഓഫ് ഗ്രീക്ക് വിക്ടറി അറ്റ് മാരത്തോൺ? അപ്പോൾ ആരാണ് ഇത് ഓടി ആ ന്യൂസൊക്കെ സ്പ്രെഡാക്കിയത്? മെസ്സഞ്ചർ ആണ്. നെക്സ്റ്റ്, ഹൂ ഈസ് കോൾഡ് ഫാദർ ഓഫ് ഹിസ്റ്ററി? ഫാദർ ഓഫ് ഹിസ്റ്ററി എന്നറിയപ്പെടുന്ന ആരാണ്? തൂസിഡൈഡ്സ് ആണോ, അതേപോലെ തന്നെ ഹോമർ ആണ്, ഹെറോഡോട്ടസ് ആണോ, പ്ലേറ്റോ ആണോ? ഫാദർ ഓഫ് ഹിസ്റ്ററി എന്നറിയപ്പെടുന്നത് ഹെറോഡോട്ടസ് ആണ്. വിച്ച് ഫിലോസഫർ എംഫസൈസ്ഡ് നോളേജ് ഈസ് വിർച്യു എന്ന് പറഞ്ഞത് ആരാണ്? നോളേജ് ഈസ് വിർച്യു എന്ന് പറഞ്ഞത് ആരാണ്? പ്ലാറ്റോ ആണോ, അരിസ്റ്റോട്ടിൽ ആണോ, സോക്രട്ടീസ് ആണോ, സൊറാസ്ട്രോ ആണോ? സോക്രട്ടീസ് ആണ്. എന്താണ്? നോളേജ് ഈസ് വിർച്യു എന്ന് പറഞ്ഞത് ആരാണ്? സോക്രട്ടീസ്. ഹൂ ഫൗണ്ടഡ് ദ അക്കാഡമി ഇൻ ഏതൻസ്? ഏതൻസിലെ അക്കാഡമി ഫൗണ്ട് ചെയ്ത ആരാണ്? സോക്രട്ടീസ് ആണോ, അരിസ്റ്റോട്ടിൽ ആണോ, പ്ലാറ്റോ ആണോ, ഹോമർ ആണോ? അപ്പോൾ കറക്റ്റ് ആൻസർ ആരാണ്? പ്ലാറ്റോ ആണ്. ഏതൻസ് കണ്ടുപിടിച്ച ആരാണ്? പ്ലാറ്റോ ആണ്. വാട്ട് വാസ് ദ ക്യാപിറ്റൽ ഓഫ് പേർഷ്യൻ എംപയർ? പേർഷ്യൻ എംപയറിൻ്റെ ക്യാപിറ്റലിൻ്റെ പേര് ആഥൻസ്, സ്പാർട്ട, ബാബിലോൺ, പെർസപ്പോളിസ്. ഏതാണ്? പെർസപ്പോളിസ് ആണ്. ഹൂ വർ പ്രോമിനൻറ്റ് റൂളേഴ്സ് ഓഫ് പേർഷ്യൻ എംപയർ? പേർഷ്യൻ എംപയറിലെ പ്രധാനപ്പെട്ട റൂളേഴ്സാണ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ്, വാട്ട് വേർ പ്രൊവിൻസസ് ഇൻ ദ പേർഷ്യൻ എംപയർ കോൾഡ്? പേർഷ്യൻ എംപയറിലെ പ്രൊവിൻസസിനെ പറയുന്ന പേരെന്താണ്? സ്റ്റേറ്റ്സ്, കിങ്ഡം, സത്രപീസ്, കാൻറ്റൺസ്. എന്താണ്? സത്രപീസ്. ഹൂ ഗവേൺഡ് ദ സത്രപീസ് ഇൻ പേർഷ്യ? സത്രപീസിനെയൊക്കെ ഗവേൺ ചെയ്ത് ഭരിച്ച് നിയന്ത്രിച്ചിരുന്ന ആരാണ്? സത്രപ്സ്. ഓക്കെ. ഹൂ ഫൗണ്ടഡ് സൗരാഷ്ട്ര മതം? ഈ മതം കണ്ടുപിടിച്ചത് ആരാണ്? സൗരാഷ്ട്രിയനിസം എന്ന് പറഞ്ഞത് കണ്ടുപിടിച്ചത് അഹൂറ മസ്ത സൈറോ സൊറാഷ്ട്ര. അപ്പോൾ എന്താണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി, ഹൂ ഈസ് ദ വൺ ഗോഡ് ഇൻ സൗരാഷ്ട്രിയനിസം? സൗരാഷ്ട്രീയത്തിലെ ഒരു ഗോഡിൻ്റെ പേരെന്താണ്? അഹൂര മസ്ത. ഓക്കെ. ഇനി, വാട്ട് ഈസ് ദ ഹോളി ടെക്സ്റ്റ് ടു സൗരാഷ്ട്ര? സൗരാഷ്ട്രയുടെ ആ ഒരു ഹോളി വിശുദ്ധ പുസ്തകം ഏതാണ്? ഖുറാനാണോ, ബൈബിളാണോ, ടോറ, സെൻ്റെ അവസ്ഥ? ശരിയായ ഉത്തരം എന്താണ്? സെൻ്റെ അവസ്ഥ. ഓക്കെ. നെക്സ്റ്റ്, വിച്ച് സിസ്റ്റം ഓഫ് ഗവൺമെൻറ് റീപ്ലേസ്ഡ് മൊറാർക്കി ഇൻ റോം? എംപയർ, കിങ്ഡം, റിപ്പബ്ലിക്, ഡെമോക്രസി. ആൻസർ എന്താണ്? റിപ്പബ്ലിക്. നെക്സ്റ്റ്, വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ ഓൾ റോഡ്സ് ലീഡ് ടു റോം ഇൻഡിക്കേറ്റ്? അങ്ങനെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ഓൾ റോഡ്സ് ലീഡ് ടു റോം. അതിൻ്റെ അർത്ഥം എന്താ? റോം വാസ് എ സ്മോൾ സിറ്റി, റോം ഹാഡ് നോ റോഡ്സ്, റോംസ് ഇമ്പോർട്ടൻസ് ആൻഡ് സെൻട്രാലിറ്റി, റോഡ്സ് വെർ ഡേഞ്ചറസ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. റോംസ് ഇമ്പോർട്ടൻസ് ആൻഡ് സെൻട്രാലിറ്റി. വിച്ച് മൗര്യൻ റൂളർ എക്സ്പാൻഡഡ് ദ കിങ്ഡം ഫർദർ? ഹി കോൺകർഡ് റീജിയൻസ് ലൈക്ക് കാശ്മീർ ആൻഡ് കലിംഗ. ഏതാണ്? അശോകയാണ് ആ ഒരു മൗര്യൻ റൂളർ. നെക്സ്റ്റ്, വാട്ട് ഡിഡ് ദ യൂസ് ഓഫ് അയൺ ലേഡ് ടു? അയണിൻ്റെ യൂസ് എന്തിനാണ്, എന്തിലേക്കാണ്? വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് ദാറ്റ്? അഗ്രികൾച്ചർ ആൻഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ്, ഡിക്ലൈൻ ഓഫ് ജനപദാസ്, എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ, ലെസ് ട്രേഡ്, ഡീഫോറസ്റ്റേഷൻ. ഉത്തരം എന്താണ്? എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ. ഓക്കെ. വേർ വർ ദ ആര്യൻസ് ഫസ്റ്റ് സെറ്റിൽഡ് ഇൻ ഇന്ത്യ? ദേ ലിവ്ഡ് അലോങ് ദ സബ്ത് സിന്ധു റീജിയൻ. എവിടെയാണ്? സബ്ത് സിന്ധുവിലാണ് അവർ ഫസ്റ്റ് സെറ്റിലായത്. നെക്സ്റ്റ്, ഹൗ ഡിഡ് വി നോ അബൌട്ട് ആര്യൻസ്? ദേ റെക്കോർഡഡ് ഇൻഫോർമേഷൻ ഇൻ ഏൻഷ്യൻ ടെക്സ്റ്റ്. അപ്പോൾ നമുക്ക് ആര്യൻസിനെ കുറിച്ച് എവിടെ നിന്ന് ഇൻഫോർമേഷൻ കിട്ടുന്നത്? വേദാസ്, അർത്ഥശാസ്ത്ര, സെൻ്റെ അവസ്ഥ. ശരിയായ ഉത്തരം വേദാസ് ആണ്. നെക്സ്റ്റ്, വൈ ഡിഡ് ദ ട്രേഡ് സെൻറ്റേഴ്സ് ഡെവലപ്ഡ് ഇൻ ഇന്ത്യ? ഇൻ ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചർ, സർപ്ലസ് പ്രൊഡക്ഷൻ, വാർ, ഡിഫോറസ്റ്റേഷൻ. ഉത്തരം എന്താണ്? സർപ്ലസ് പ്രൊഡക്ഷൻ. വാട്ട് ഈസ് ദ സെക്കൻഡ് അർബനൈസേഷൻ ഇൻ ഇന്ത്യ? ഫസ്റ്റ് സെറ്റിൽമെൻറ്റ്, ഫോർമേഷൻ ഓഫ് മഹജനാബാദ്, ഗുപ്ത എംപയർ, അയൺ ഡിസ്കവറി. സെക്കൻഡ് അർബനൈസേഷൻ എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് മഹാജനപദാസ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരുപാട്
ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ചാപ്റ്റർ 2 റിവിഷനാണ് നടന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.